നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സിക്ക് ഒരു പക്ഷേ 200 ബാലൻഡിയോറുകൾ നേടാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഒരിക്കലും ലിയോ മെസ്സി മറഡോണക്കൊപ്പം എത്തില്ല, മറഡോണയാവില്ല. പറയുന്നത് മുള്ളറാണ്. മുള്ളർ എന്ന് പറയുമ്പോൾ ജർമ്മനിയുടെ മുള്ളറല്ല, ബ്രസീലിൻ്റെ മുള്ളറാണ്. ബ്രസീലിന് വേണ്ടി അദ്ദേഹം 56 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ലോക ചാമ്പ്യനാണ്. 1994 ബ്രസീൽ വേൾഡ് കപ്പ് നേടിയപ്പോൾ സ്ക്വാഡിലുണ്ടായിരുന്നയാളാണ് മുന്നേറ്റ നിര താരമായ ലൂയിസ് ആൻ്റോണിയോ കൊറേയ ഡാ കോസ്റ്റ എന്ന മുഴുവൻ പേരുള്ള മുള്ളർ. അദ്ദേഹം ഇപ്പോൾ എക്സ്പേർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹമാണിപ്പോൾ ഈ രൂപത്തിൽ പറയുന്നത് മെസ്സിക്കൊരിക്കലും മറഡോണയാവാൻ പറ്റില്ല, മറഡോണ വേറെ ലെവലായിരുന്നു. അതിപ്പോൾ ഞാൻ പറയണ്ട, 80കളിലും 90കളിലും മറഡോണക്കൊപ്പം കളിച്ച് അല്ലെങ്കിൽ മറഡോണയ്ക്കെതിരെ കളിച്ച താരങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവർക്കെല്ലാവർക്കും ഇതേ അഭിപ്രായമായിരിക്കും. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കിയാണ്. അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എസ്റ്റഡാവോ എസ്പോർട്ടസ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, താങ്ക് ഗോഡ് എനിക്ക് ഡിയേഗോ മറഡോണയെ നേരിട്ട് കാണാനും അദ്ദേഹത്തിനെതിരെ പലവട്ടം കളിക്കാനുമുള്ള പ്രിവിലേജ് ലഭിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു കമൻറ്റേറ്റർ പറഞ്ഞ പോലെ അദ്ദേഹം കോസ്മിക് കൈറ്റാണ്. ഏത് പ്ലാനറ്റിൽ നിന്നാണ് അദ്ദേഹം വന്നത്? നമുക്ക് അതൊരിക്കലും പറയാൻ പറ്റില്ല. നമുക്കൊരിക്കലും ലയണൽ മെസ്സിയെ ഇദ്ദേഹവുമായിട്ട് മറഡോണയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. മെസ്സിക്ക് ഒരു പക്ഷേ 200 ബാലൻഡിയോറുകൾ നേടാൻ കഴിഞ്ഞേക്കും. പക്ഷേ മെസ്സിക്ക് ഒരിക്കലും മറഡോണയാവാൻ പറ്റില്ല. എല്ലാ അർജൻറ്റീൻ പ്ലെയേഴ്സും 1980കളിലും 90കളിലും കളിച്ചിട്ടുള്ള എല്ലാ അർജൻറ്റീൻ പ്ലെയേഴ്സും ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നത് തന്നെയായിരിക്കും ശരിവെക്കുക. ഒരു തരത്തിലും നമുക്ക് അവരെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. മറഡോണ വേറെ ലെവലായിരുന്നു. ഹി വാസ് കോസ്മിക് കൈറ്റ് എന്നാണ് പറയുന്നത്. ഈ കോസ്മിക് കൈറ്റ് എന്നുള്ളത് ഒരു പ്രയോഗമാണ്. മറഡോണയുടെ ഗോൾ ഓഫ് സെഞ്ചുറി നിങ്ങൾക്ക് ഓർമ്മയില്ല? 1986 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ വല്ലാത്തൊരു ഗോളല്ലേ അത്. അതിൻ്റെ വീഡിയോ യൂട്യൂബ് കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് രോമാഞ്ചം വരും. ആ രൂപത്തിൽ ഇങ്ങനെ ഒഴുകിപ്പോയി ഓരോരോ ഇംഗ്ലീഷ് ഡിഫൻഡർമാരെയും മറികടന്ന് പോയിട്ട് ആ വലയിലേക്ക് പന്തെത്തിച്ച നിമിഷം. ആ ഗോളിനെക്കുറിച്ച് കമൻട്രി പറയുന്ന സമയത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുപയോഗിച്ചു. ഈ കോസ്മിക് കൈറ്റ് എന്നുള്ള വാക്കുപയോഗിച്ചത് ഉറുഗ്വയൻ ജേർണലിസ്റ്റ് കമൻറ്റേറ്റർ കൂടിയായിട്ടുള്ള വിക്ടർ ഹ്യൂഗോ മൊറേലസ് ആണ്. അദ്ദേഹം ട്യൂഫുള്ളായിട്ട് ആ ഒരു കമൻട്രി തന്നെ ലെജൻഡറി ആയി മാറിപ്പോയി. ആ കമൻട്രിയിലാണ് കോസ്മിക് കൈറ്റ് എന്നുള്ള പ്രയോഗം, അതായത് ഇംഗ്ലീഷ് എതിരാളികളെ മുഴുവനും മറികടന്ന് പറക്കുന്ന ഒരു കോസ്മിക് പട്ടമായിട്ട്, ഒരു കൈറ്റായിട്ട് അദ്ദേഹത്തെ അങ്ങ് വാഴ്ത്തി പറഞ്ഞു. സോ മുള്ളർ പറയുന്നു, എന്തൊക്കെ മെസ്സി ചെയ്താലും മറഡോണ വേറെ ലെവലാണ്. മെസ്സിക്ക് മറഡോണയുടെ ആ ലെവലിലെത്താൻ പറ്റില്ല. മെസ്സി വേറെ, മറഡോണ വേറെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.